പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനവുമായി ബന്ധപ്പെട്ട കേസിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്മാറുന്നു. ഇതിനകം രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കാനാണ് സർക്കാർ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട പുതിയ കേസുകളിലേക്ക് കടക്കേണ്ടതില്ലെന്നും സർക്കാർ തീരുമാനിച്ചു. ഗാനവുമായി ബന്ധപ്പെട്ട പരാതികളിൽ തുടർ നടപടികൾ ഒഴിവാക്കാൻ ക്രമസമാധാന ചുമതലയുള്ള ADGP ജില്ലാ പോലീസ് മേധാവികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അയ്യപ്പ ഭക്തി ഗാനത്തെ അപമാനിക്കുന്ന തരത്തിൽ ഉപയോഗിച്ചുവെന്ന ആരോപണമുയർത്തി തിരുവാഭരണപാത സംരക്ഷണ സമിതി നൽകിയ പരാതിയിലാണ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് സമാന ആരോപണങ്ങളുമായി നിരവധി പരാതികൾ പോലീസിന് ലഭിച്ചിരുന്നു. എന്നാൽ ഈ കേസുകൾ നിയമപരമായി നിലനിൽക്കാൻ സാധ്യത കുറവാണെന്നും കോടതിയിൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് സർക്കാർ നിലപാട് മാറ്റിയത്. പാരഡി ഗാനത്തിനെതിരെ കേസെടുത്ത സർക്കാർ തീരുമാനത്തിനെതിരെ സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. വിഷയത്തെ പ്രതിപക്ഷം ശക്തമായി രാഷ്ട്രീയവൽക്കരിക്കുകയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമേൽ കടന്നുകയറ്റമാണെന്ന് ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. വിവാദം ഇടതുപക്ഷ സർക്കാരിന് രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാക്കിയതായും വിലയിരുത്തലുകൾ ഉണ്ടായി. ഇതിനിടയിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനത്തിന്റെ ലിങ്കുകൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള പോലീസ് നീക്കത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തിയിരുന്നു. ഇത് സംബന്ധിച്ച ഫേസ്ബുക്കിന്റെ മാതൃകമ്പനിയായ മെറ്റയ്ക്ക് അദ്ദേഹം കത്തയച്ചിരുന്നു. കോടതി ഉത്തരവില്ലാതെ പാട്ട് നീക്കം ചെയ്യുന്നത് മൗലികാവകാശ ലംഘനമാണെന്ന് അദ്ദേഹം കത്തിൽ ചൂണ്ടിക്കാട്ടി. ശബരിമലയിലെ സ്വർണ്ണ കവർച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ ഈ ഗാനത്തിനെതിരെ തിരുവനന്തപുരം സൈബർ പോലീസ് കേസെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ലിങ്കുകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പോലീസ് മെറ്റ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ സമീപിച്ചത്. എന്നാൽ കോടതിയുടെ ഉത്തരവില്ലാതെ ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു.